738 പോയിന്റോട് കൂടി രണ്ടുപേരും ഇനി ഇതുവരെ തമ്മിൽ ഇനി മത്സരം കനക്കാനുള്ള സാധ്യതകൾ ഇതാ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. പോരാട്ടം തൊട്ടുപുറകിൽ ഷൈജു ദാമോദരൻ പറയുന്ന പോലെ കോഴിക്കോട് ജില്ല 734 പോയിന്റുമായിട്ട് കോഴിക്കോട് ജില്ല രണ്ടാമത് തന്നെ നിൽക്കുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ പാലക്കാട് 730 പോയിന്റുമായിട്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. 99-ലാണ് തൃശ്ശൂർ ജില്ല ഇതിനു മുമ്പ് സ്വർണ്ണക്കപ്പ് എടുത്തിട്ടുള്ളത്. 25 വർഷങ്ങൾക്ക് ശേഷമായിരിക്കാം തൃശ്ശൂർ ജില്ല. ഇത് തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന കലോത്സവത്തിൽ തൃശ്ശൂർ ജില്ല കപ്പടിക്കുമോ എന്നാണ് നമ്മൾ ഇനി കാത്തിരുന്ന് കാണുന്നത്. എന്ന് പറയാണ്. ഞങ്ങൾ ആരുടെയും കൂടെ നിൽക്കും. അപ്പൊ എന്തായാലും നമുക്ക് മിമിക്രി മത്സരത്തിന്റെ കാഴ്ചകളിലേക്ക് പോയിട്ട് തിരികെ എത്താം. കുറച്ചുകൂടെ ദൂരെ ചെന്നപ്പോൾ ആകാശത്തൂടെ ഒരു ഹെലികോപ്റ്റർ പറക്കുന്ന എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞങ്ങൾ തടി കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോഴേ പറമ്പിൽ നിന്ന് ഒരു മയിൽ കരയുന്നുണ്ടായിരുന്നു. തൊട്ടപ്പുറത്തായി ഒരു ചെന്നായ ഓലയിടുന്നുണ്ടായിരുന്നു. ഞങ്ങൾ വീട്ടിൽ വന്നപ്പോൾ മഴ നന്നായി പെയ്തു. ശേഷം ഓടിൽ നിന്നും വെള്ളത്തുള്ളികൾ ധാരധാരെ താഴേക്ക് വീഴുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നത്. ഞാനത് എടുത്തു നോക്കി. എൻ്റെ കൂട്ടുകാരൻ കാർണിവലിൽ നിന്നെടുത്ത ഒരു ഫോട്ടോ ആയിരുന്നു അത്. ഞാൻ അതിനൊരു ലൈക്ക് കൊടുത്തു. ശേഷം ഞാനും കാർണിവലിലേക്ക് ചെന്നു. ഒരു ഓട്ടോയിലായിരുന്നു ഞാൻ പോയിരുന്നത്. ഞാൻ കാർണിവലിൽ എത്തിയപ്പോൾ തന്നെ കാണുന്നത് ഒരു കുതിരയോട്ടമാണ്. തൊട്ടപ്പുറത്തായി മൈക്കൽ ജാക്സന്റെ മൂൺ വാക്കിന്റെ ട്രാക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു കലാകാരൻ കയറി വന്നിട്ട് ഹ്യൂമൻ ബീറ്റ് ബോക്സ് ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. തൊട്ടപ്പുറത്തായി ഞാൻ ഒരു മരണക്കിണർ കണ്ടു. ഒരു ബാൻഡ് മേളം എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു വെടിക്കെട്ടോടെ അവർ ആ പ്രോഗ്രാം അവസാനിപ്പിച്ചു. നന്ദി, നമസ്കാരം. നാളത്തെ വലിയ നടന്മാരാണ്, കലാകാരന്മാരാണ്. നമ്മുടെയൊക്കെ ഇത് ഒരു 632 ചെസ് നമ്പർ ആയിട്ടാണെന്ന് മത്സരിച്ച് തിരുവനന്തപുരത്ത് മത്സരിച്ചു അല്ലേ? അങ്ങനൊക്കെ പറഞ്ഞ് അതൊക്കെ വലിയൊരു ഓർമ്മകളാണല്ലേ. നമുക്ക് നിശാഗന്ധിയിൽ നടക്കുന്ന ഇരുള നൃത്തത്തിന്റെ കാഴ്ചകളിലേക്ക് പോയിട്ട് ഓടി തിരിച്ചു വരാം.